ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനൊരു സ്വീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീം ക്രമൽ സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാം. നമുക്ക് വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഞാൻ ഒരു കപ്പ് നീഡോ പൗഡർ എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളെ ആവശ്യത്തിന് എടുക്കാം. ഇതാണ് പാക്കറ്റ് എടുത്തിട്ടുള്ളത്. ക്രീം ക്രമൽ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൽക്കാണ് കേട്ടോ. ഇതിവിടെ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ അതിൽ വരുന്ന ഇതുണ്ട്, ക്രമലുണ്ട്. അത് നമുക്ക് അതിൽ പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1 ടിന്ന് ഇഷ്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് ഒഴിക്കാനായിട്ടുള്ള മോൾഡാണ്. ക്രീം ക്രമൽ ഒഴിക്കാനായിട്ടുള്ള മോൾഡാണ് ഇത്. ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിലോട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഗ്ലാസ് ഒന്ന് തയ്യാറാക്കാം. ഈ പഞ്ചസാര നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഈ കവർ ഇങ്ങനെ ക്രമൽ പൊട്ടിച്ച് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് തയ്യാറാക്കാം കേട്ടോ. കണ്ടല്ലോ, ഇത് ഒഴിക്കേണ്ട മോൾഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ക്രീം കാച്ചാനായിട്ട് പോകാം. അതിനെന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ക്രീം ക്രമൽ നമുക്കൊന്ന് കാച്ചെടുക്കാനായിട്ട് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ചെമ്പെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് 1 ലിറ്റർ പാലാണ്. ഇത് 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. 1 ലിറ്റർ പാല്. 1 ലിറ്റർ പാല് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് 250 ml ഒരു കപ്പ് നീഡോ പൗഡർ, 1 ടിന്ന് ഇഷ്ട ക്രീം, ഒരു ടിന്ന് ഇഷ്ട ക്രീം, 1 നുള്ള് സഫറാൻ, 1 നുള്ള് ഏലക്ക പൗഡർ. കണ്ടല്ലോ, 3/4 കപ്പ് പഞ്ചസാരയാണ്. കണ്ടല്ലോ. ഇനി അടുത്ത നമുക്ക് 3 പാക്കറ്റ് ക്രീം ക്രമലാണ് അതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണമെങ്കിൽ 3 എന്നുള്ളത് 4 ഇടാം. 1 ലിറ്റർ പാലിന് അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ 3 ഇട്ട് നോക്കാം. കട്ടി വേണം. 2, 3. 1 ലിറ്റർ പാലല്ലേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. 3 ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ ഞാനിവിടെ ഇളക്കി കൊടുത്ത് നമുക്കിനി അടുപ്പിലോട്ട് വെച്ച് തീ കത്തിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് കാച്ചി എടുക്കണമല്ലോ. ബിസ്മില്ലാ. ഞാനിത് കാച്ചാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. നല്ല കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ. ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ ആയെന്നറിയണത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എപ്പോഴും ഇതൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്ന് ഒരു സ്പൂണിലോട്ട് കോരിയിട്ട് ഇവിടെ ഈ തറയിലോട്ട് ഒരു ശകലം ഒഴിച്ച് നോക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒഴിച്ച് നോക്കുമ്പോൾ അതൊന്ന് ചൂടണിയുമ്പോൾ നിങ്ങൾ തൊട്ട് നോക്കണം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും, ഇത് തയ്യാറായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് കട്ട പിടിക്കും കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ആവാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കാണി, ഒന്ന് തണുത്തതേ ഉള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കട്ടായിട്ടുണ്ടല്ലോ. കണ്ടല്ലോ നിങ്ങൾ. നോക്കിക്കേ, ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ. അപ്പം ഞാനത് തീ ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഞാനിവിടെ തീ ഓഫാക്കി കൊടുക്കുകയാണ്. കണ്ട, തീ ഓഫാക്കിയിട്ട് നമുക്ക് പുറത്തെടുക്കാം. കുറച്ച് നേരം കൂടെ ഇത് തണുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കണം. ഓവർ ചൂടിലോട്ട് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കല്. പ്ലാസ്റ്റിക് ഗ്ലാസ് ആയതുകൊണ്ട് ഉരുവി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് ചൂടൊന്ന് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഓവർ ചൂട് മാറാൻ നിന്നാൽ കട്ടിയായി പോകും. അങ്ങനെ ചെയ്യരുത് കേട്ടോ.